നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പാലക്കാട് ഗവൺമെന്റ് ITIയിലെ അധ്യാപക വിദ്യാർത്ഥികൾക്കായി പെട്രികോർ 2025 സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് കൽപ്പാത്തി ഗവൺമെന്റ് വനിതാ TTI സെമിനാർ ഹാളിൽ തുടക്കമായി. മുൻ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P. മുരളി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ LV ഗോപാലകൃഷ്ണൻ മുഖ്യ അതിഥിയായി. ഡയറ്റ് സീനിയർ ലെക്ചർ ഡോക്ടർ P. രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ പഠനത്തിൻ്റെ ഭാഗമാണ് സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് നടത്തുന്നത്. പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ അധ്യാപക വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക, നേതൃപാഠം അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 15 ദിവസത്തെ ക്യാമ്പ് നടക്കുന്നത്. അധ്യാപക വിദ്യാർത്ഥിനി ദിയ കെ, പ്രിൻസിപ്പൽ വിജയകൃഷ്ണൻ T, കല്ലിങ്കൽപ്പാടം GHS HM PC കൃഷ്ണൻ, PTA വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അഞ്ജലി S, കുമാരി പവിത്ര, സൽമ മോൾ K, ITE പാർലമെന്റ് ചെയർപേഴ്സൺ ശ്രീദേവി VG, പ്രോഗ്രാം കോർഡിനേറ്റർ റിൻസിയ AR, കുമാരപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുജിത് എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് 29 സമാപിക്കുമെന്ന് T. വിജയകൃഷ്ണൻ അറിയിച്ചു. അങ്ങനെ കാണുന്നില്ലേ ആ ജലാശയത്തിലാണ് തടസ്സം? ഓ ശരിയാണല്ലോ, കാണുന്നുണ്ട്. അത് ഒരു വലിയ മരക്കഷ്ണം 2 പാറകൾക്കിടയിൽ തുടങ്ങിയതല്ലേ മുതലക്കുട്ട? അതെ, മണ്ണ് ചെളിയും നിറഞ്ഞ് അനങ്ങാപ്പാറ നയമായിട്ടുണ്ട്. എങ്കിൽ നമുക്ക് നീക്കിയാലോ? വേണ്ടമാര, അത് അപകടമാകും. ഇല്ലെന്നേ, നമുക്ക് ഈ ഗ്രാമത്തിലെ സുന്ദരികളായ യുവജനങ്ങളെ കൂടി കൂട്ടാം. ശരി, അങ്ങനെ തന്നെ വേണ്ടേണ്ടി വരും. നീ എന്നെ കളിയാക്കുകയാണോ? നല്ലതാര കാര്യം പറഞ്ഞതാ. മനുഷ്യരേ, ഓ ഇവർക്ക് മനുഷ്യരാണെന്ന് പോലും അറിയാൻ സാധ്യമില്ലല്ലോ. മനുഷ്യ സ്ത്രീകളെ, ശരി, നമുക്ക് ഒന്നിച്ച് ആ മത്സരം തള്ളിയാലോ? നിങ്ങൾ തയ്യാറല്ലേ? എങ്കിൽ ഞങ്ങൾ നോക്കുന്ന അതേ ദിശയിലേക്ക് നിങ്ങളും തിരിഞ്ഞിരിക്കും. വേഗമാകട്ടെ, സംശയിക്കരുത്. സംശയം ഭീരുവിന്റെ ലക്ഷണമാണ്. നിങ്ങൾ ഭീരുക്കളല്ല. ഇനി നിങ്ങളുടെ കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കൂ, ഇളക്കൂ. തലയിളക്കൂ. ശരി, അല്പം മുന്നോട്ട് ആഞ്ഞു പിടിക്കൂ കൈകൾ. ഇനി ഒന്ന് പിന്നോട്ട് ആങ്ങിയോങ്ങിയിരുന്ന് നമുക്ക് കൈകൾ ഉപയോഗിച്ച് ആ മരത്തടിയിൽ പ്രത്യക്ഷമായി ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് വളരെ സന്തോഷം തോന്നുന്നു പ്രിയമുള്ളവരെ. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒരു ഉപശീർഷകമായി നിങ്ങൾ കൊടുത്തിട്ടുള്ളത് സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ്. നോക്കൂ, ക്യാമ്പ് എന്ന് പറയുന്ന ഒരു ഏകകത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ഒരു സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സമൂഹത്തെയും സമ്പർക്കത്തെയും സഹവാസത്തെയും അങ്ങേയറ്റത്തെ ഗൗരവത്തോടുകൂടി, പ്രസക്തിയോടുകൂടി, മൂല്യപരതയോടുകൂടി നിങ്ങൾ അതിനെ സംയോജിപ്പിച്ചെടുത്തിരിക്കുന്നു. സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, സമൂഹജീവികളാണ്. മനുഷ്യൻ സമൂഹജീവിയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. അതൊക്കെ വളരെ വിശാലമായ ഒരർത്ഥത്തിൽ നമ്മൾ സമൂഹജീവികളാണ്. പക്ഷേ സമൂഹത്തിൽ സമ്പർക്കം പുലർത്തുന്നവർ എത്ര പേരുണ്ട് എന്നന്വേഷിക്കുമ്പോൾ, സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാതെ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നത് എൻ്റെ കുറ്റമല്ലല്ലോ എന്ന രീതിയിൽ, അത് എൻ്റെ കാര്യമല്ലല്ലോ എന്ന മട്ടിൽ വളരെ അന്യവൽകൃതമായിട്ട്, ഒരുതരം വികേന്ദ്രീകൃതമായിട്ട് ജീവിക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ സമൂഹവുമായി യാതൊരു സമ്പർക്കവും ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്. അതേസമയം സമൂഹവുമായി
നൽകി.